കുമാർ, എന്താടാ ഇത്? ഒന്നും അറിയില്ലെങ്കിൽ അവന്മാരെ പോലെ നാട് മുഴുവൻ അലഞ്ഞ് നടന്നാ പോരെ? എന്താടാ, പാഠം അറിയാത്ത കൊണ്ടാണോ പേജ് നിറയെ കഥ എഴുതി വച്ചേക്കുന്നേ? എന്തെങ്കിലും എഴുതി വെച്ചാ മതി, ഞങ്ങള് വായിക്കണം, മാർക്ക് വിടണം. പഠിക്കണം, പഠിക്കണം, പഠിച്ചെഴുതണം. കെട്ടി ഒരുങ്ങി കോർക്കെഴുതിയ പോലെ അടിവാങ്ങാൻ വന്നോളൂ. പോ പോ. രമേശ്, ഏയ് കേട്ടങ്ങ് മാറ്റ്. വീട്ടിൽ നിന്ന് തലയിണ കൊണ്ടൊന്നും മുട്ടിനടിയിൽ വെക്കാറുന്നില്ലേ? നല്ല സുഖം കിട്ടിയാനെ. പഠിക്കാൻ വന്നേക്കണ കോലം കണ്ടില്ലേ? ഐലൈനർ മെഴുതി കാതിൽ വളയവും ഇട്ട് ഇവിടെ എന്താ ഫാഷനോ നടക്കുന്നുണ്ടോ? മോങ്ങുന്നേ കണ്ടോ? കരഞ്ഞാ കൊന്നുകളയും. വേഷം കെട്ടാൻ അറിയാലോ, ആ സമയത്തിരുന്ന് പഠിച്ചൂടെ? മഴക്കഴുതേ. സാറ് വെള്ള പേപ്പറിൽ വെറും പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. മോന്ത കണ്ടില്ലേ? നീട്ടടാ കൈ, നീട്ടടാ കൈ, നീട്ട, നീട്ടടാ, നീട്ട, നീട്ട, നീട്ടടാ, നീട്ടടാ. കൈ വലിക്കുമ്പോടാ. ഒരു ഷർട്ട്, ഷർട്ടൂറ, 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 ഒരു ഷർട്ടൂര്, ഷർട്ടൂറ, ഉരുടാ, ഉരുടാ, ഉരുടാ. കൈ വലിക്കോടാ നീ, കൈ മാറ്റോടാ നീ. ഇത്ര ധൈര്യം നിനക്ക്? ഒന്നുകളെ നിന്നെ. കൈ വലിക്കുന്നു, കൈ വലിക്കുന്നു, കയ്യ്. ഇനി കൈയെടുത്താ കൊന്നുകളയും ഞാൻ, കൊന്നുകളയും. എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? പറയണം സർ. അല്ല മാഡം, ഇന്നൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ഗുഡ്. ഈ പ്രായത്തിലൊക്കെ ടെസ്റ്റ് വെറും ടെസ്റ്റ് പോലെയാ. വെറുതെ ഊതി കളഞ്ഞാ പോരെ? ഓക്കേ, വലിയ ചൂടിലാണല്ലേ? കൂളായൊരു കാര്യം പറയാം. അടുത്തയാഴ്ച നമ്മളൊരു ടൂർ പോകുന്നു. കൊടൈക്കനാലിന്. ഇത്ര സന്തോഷമുള്ളൊരു കാര്യമായിട്ടും ആരും എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഈ വർഷവും സുധാ മാഡമാണ് ഇൻചാർജ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നോട്ടീസ് ബോർഡിലുണ്ടാവും. എല്ലാരും തീർച്ചയായും വരണം. ഓക്കെ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ മാം. ഒരു മിനിറ്റ്. നിനക്ക് വച്ചിട്ടുണ്ട്. പറയൂ മാഡം. പിള്ളേര് പഠിക്കാൻ വേണ്ടി അടിക്കണമെന്നുണ്ടോ സാർ? ക്ഷമയോടൊന്ന് വാൺ ചെയ്താ പോരെ? സോറി മാഡം, തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ ഇത് ചർച്ചുമല്ല, വാൺ ചെയ്യാൻ പോലീസ് സ്റ്റേഷനുമല്ല. അടിക്കാതെ പിള്ളേര് പഠിക്കില്ല. ഓ ഐ സി. ഇന്നിപ്പോ കുട്ടികൾ പഠിച്ചില്ലേലും അടിക്കരുതെന്ന് റൂൾസ് ഉണ്ട്, അറിയില്ലേ? അവർക്ക് സ്കൂളിൽ എന്താ പ്രോബ്ലം, വീട്ടിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കണം. ചോദിച്ചു കാണില്ല. എല്ലൊടിയുന്ന കണക്കിന് അടിച്ചിരിക്കുന്നു. അവരുടെ മനസ്സ് തളരില്ലേ? നിങ്ങൾ ടിവിയിലും പേപ്പറിലും ഒന്നും കണ്ടില്ലേ? കഴിഞ്ഞ വർഷം മാത്രം 60 ടീച്ചേഴ്സ് സസ്പെൻഷനിലായി. അവരെല്ലാം നിങ്ങളെപ്പോലെ ഹാഷ് പണിഷ്മെന്റ് കൊടുത്തവരാ. കുട്ടികളെ മനസ്സിലാക്കണം. കുട്ടികളിൽ എല്ലാ കഴിവും ഉണ്ടാവും. അതിലേത് വളർത്തണം, ഏത് വളർത്താൻ പാടില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാ ഒരു നല്ല സ്റ്റുഡന്റ് ഒരു നല്ല സിറ്റിസണായി രൂപപ്പെടുന്നത്. സോ ഇനി 1 അവറിൽ നിങ്ങളുടെ ഡിസ്മിസ് ലെറ്റർ ഓഫീസിൽ നിന്ന് വാങ്ങാം. മാഡം. യെസ്, യു ആർ ഡിസ്മിസ്ഡ്. സോറി മാഡം, ഇനി അങ്ങനെ നടക്കില്ല. ക്ഷമിക്കൂ മാഡം. സോറി. ക്ഷമിക്കുന്നതിന് ഇത് ചർച്ചും അല്ല, ഞാൻ ജീസസും അല്ല. താങ്ക്സ് ഫോർ യുവർ സർവീസ്. പ്ലസ് ടുക്കാർക്ക് മാത്രമേ ഉള്ളൂ ടൂറ്. ജോലിയായിട്ടൊരു കറക്കം കറങ്ങി വരാമെന്ന് വിചാരിച്ചു. വിടുന്ന ലക്ഷണമില്ല. നീ പറഞ്ഞു ശരിയാ. ജോലിയായിട്ട് കറങ്ങാൻ പോകണല്ലോടാ. അടിച്ചതിന് ഫീഡിംഗ് ബോട്ടിൽ മാറ്റിയിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ഞങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നു. നിക്കറൂര് ജെട്ടിപ്പുറത്ത് വിടും. ഓടിക്കോ. ഇതിങ്ങളെയൊക്കെ എങ്ങനെയാ സഹിക്കുന്നേ? മഹാജനങ്ങളെ, ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്നാൽ ടൂറിനുള്ള എമൗണ്ട് എത്ര വായിക്കും. താങ്ക് യു. ആകെ മൊത്തം എല്ലാം ചേർത്ത് ഈ അയ്യോ എന്താടാ മച്ചാ, ആൾ ഇന്ത്യ ടൂർ പ്രോഗ്രാം പോലുണ്ട്. 2500 രൂപ.
എന്ത് 2500 രൂപയോ? നന്നായി നോക്കിയോടാ, 250 രൂപയായിരിക്കും. അതേടാ 25 മച്ച്. ഒരുപക്ഷെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കോടാ. മണ്ണാങ്കട്ട, അതിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ 2500 മാത്രമെന്ന്, കൊച്ചിൻ ഫ്ലവർ ഷോയുടെ ടിക്കറ്റിലെ പോലെ. ഇനിയിപ്പോ എന്താടാ ചെയ്യുന്നേ? നമുക്ക് താങ്ങാവുന്നതിലും കൂടുതലാണേ, മറന്നല്ലേ പറ്റൂ. പറ്റില്ല, ടൂർ പോയേ പറ്റൂ. ടൂർ അത്ര വലിയ കാര്യമാണോ? എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് വല്ലാതെ തോന്നുന്നടാ. എന്റെ അച്ഛനോട് ടൂറിന് പൈസ ചോദിച്ചടാ. 2500 രൂപയ്ക്ക് തട്ടോടെ ഇട്ടാരാ, അതുകൊണ്ട് ജീവിച്ചോളാം. നമ്മുടെ അച്ഛന് ചിരിയാ വന്ന്, അല്ലെങ്കിൽ തന്നെ നീ കുഴപ്പത്തില്ല. ടൂർ പോയി ഇത് കൂട്ടണ്ടെന്ന് കേട്ടപ്പോ തന്നെ പറഞ്ഞു. നല്ല കാര്യല്ലേ? എന്റെ അച്ഛൻ സമ്മതിച്ചു. എന്നാലൊരു കണ്ടീഷൻ പറഞ്ഞു, ടൂർ പോയിട്ട് അവിടെ തന്നെ സൂയിസൈഡ് ചെയ്ത് ചാവടാന്ന് പറഞ്ഞു. ഡാ, അച്ഛൻ പറയുന്ന കേക്കടാ. ചിരിക്കടാ ചിരിക്ക്. നിനക്കെന്താ, ഡെയ്സി മാം ഉണ്ടല്ലോ, സന്തോഷമായി ചിരിക്ക്. മിണ്ടാതെ സ്കൂൾ ബെല്ല് മോഷ്ടിച്ചെടുത്താലോ? എന്തിനാ അത്രയ്ക്ക് സന്തോഷം? അത് പൊക്കാനേ കഴിയില്ല, മനസ്സിലായോ? നേരായ വഴി വല്ല ആലോചിക്ക്. നേരായ വഴിയോ? അതവന്റെ ജാതകത്തിൽ പോലും ഇല്ല. മച്ചാ, വഴിയുണ്ടടാ. എന്റെ വീടിന്റെ അടുത്ത ഒരാളില്ലേ, സിനിമയില് പ്രൊഡക്ഷൻ മാനേജർ അയാള്, റിച്ച് ബോയ്സിന് വേണമെന്ന് പറഞ്ഞിരുന്നു. 2500 രൂപയ്ക്ക് എന്തൊക്കെ സഹിക്കണം? നമുക്ക് എങ്ങനെ റിച്ച് ബോയ്സ് ആകാൻ കഴിയും? എടാ മരത്തവളെ, റിച്ച് ബോയ്സ് എന്ന് റിയൽ ആയിട്ട് പറഞ്ഞതല്ലടാ, ലുക്ക് ബേസ്ഡാ പൊട്ടാ. അതിനെന്താടാ കുഴപ്പം? നമ്മളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കൂലേ? അതാടാ പറഞ്ഞേ. ശരി, ഒരു ദിവസം ഒരാളിന് 600 രൂപ കിട്ടും. 4 ദിവസം പോയ സംഭവം ഓക്കെയാടാ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അപ്പോ നമ്മൾ അഭിനയിക്കണോ? മണ്ണാങ്കട്ട, നീ അച്ഛൻ്റെ അടുത്ത് അഭിനയിക്കില്ലേ, നിന്റെ ടീച്ചറിന്റെ അടുത്ത് അഭിനയിക്കുന്നില്ലേ, അതിന്റെ 10% അഭിനയിച്ചാൽ മതി. വെറുതെ പോയി നിന്ന് കൊടുത്താൽ മതിയടാ. മമ്മൂട്ടി മോഹൻലാൽ റേഞ്ചിനെ പറ്റി അവൻ ആലോചിക്കുന്നത്. അപ്പൊ സ്കൂളോ? ഏയ്, പോകാനുള്ള വഴി നോക്കടാ. സ്കൂള് ഞാൻ റെഡിയാ. രമേഷ്, മിസ് ചെയ്തോ? ഓക്കെ, ദെൻ റെഡി ഫോർ ടേക്ക്. സർ, റെഡി. ഓക്കെ, അപ്പോൾ ഒരു ട്രയൽ റൗണ്ട് എടുത്ത് നോക്കാം. ആക്ഷൻ. സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെ സമരം ചെയ്യും. പുല്ലാണ്, പുല്ലാണ്, പഴയ പൊസിഷനിലേക്ക് വരാൻ പറയുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോടാ? ലാത്തി കണ്ട് പേടിച്ചടാ, എന്നാ വേദനിച്ചേ ഇല്ല. അതാടാ സിനിമ, എല്ലാം ഡമ്മിയാ. ഇത് കണ്ടില്ലടാ, ഇത് വളഞ്ഞത് കണ്ടില്ലേ? ഇങ്ങനെ ഇരിക്കും സിനിമ. ഈ ജോലിക്ക് 600 രൂപ കിട്ടും. വളരെ നല്ലതാടാ, അടിപൊളിയായത്. എടാ, നാട്ടിൽ തല വെട്ടുന്നതിന് 40 രൂപയാ കൂലി. ഏയ്, ആവശ്യമില്ലാത്തത് പറയരുത്. ഇനി ആർക്കൊന്നും തരാനില്ലല്ലോ. ഹലോ, എത്ര നേരമായി ഇവിടെ നിൽക്കുന്നു? നേരത്തെ 2 പേര് വന്ന് 5000 രൂപയുമായി പോയല്ലോ. വീണ്ടും നിങ്ങൾ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ? ഇത് കേട്ടോ, ആർക്കൊക്കെ നിങ്ങൾ കൊടുത്തു? ഇവിടെ ഞങ്ങളാ മെയിൻ ഗ്രൂപ്പ്. വെറുതെ ഒന്നല്ല ചോദിച്ചത്, ആവശ്യമുണ്ടായിട്ടാ. ഞങ്ങൾ എന്താ നോട്ട് അടിക്കുന്നുണ്ടോ വരുന്നവർക്കൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട്? ഒന്ന് പോടാ. അപ്പോ നിങ്ങൾ തരില്ല? സമയം കളയാതെ പോകണം മിസ്റ്റർ. ഇത് ശരിയാവും തോന്നില്ല, ഞാൻ ശരിയാക്കി തരടാ. ഓക്കെ, റെഡി ടേക്ക്. ക്ലബ് ബോയ്, സൗണ്ട് റോളിംഗ്. 6/1 ടേക്ക് 1. ആക്ഷൻ. സമരം ചെയ്യും, സമരം ചെയ്യും, വിജയം വരെ സമരം ചെയ്യും, നേടിയെടുക്കും, നേടിയെടുക്കും, മരണം വരെ സമരം ചെയ്യും. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. ആരാടാ അത്? ഓടിക്കവിടുന്ന്, ഞങ്ങൾക്ക് പൈസ തരാതെ ഒരുത്തിലൂടെ ഷൂട്ട് ചെയ്യണ്ട. അനങ്ങാൻ പറ്റുന്നില്ലടാ. ഷൂട്ടിനുള്ള ഡമ്മി തടി മാറ്റിയിട്ട് ഒറിജിനൽ തടി വെച്ച് പടപടാന്ന് അടിച്ച് തകർത്തല്ലോടാ, ഓടിച്ചു വിട്ടല്ലോടാ. മച്ചാ,
കടൽ തീരത്ത് കിടന്ന് കൊണ്ടത് എത്ര അടിയാടാ? മൊത്തത്തിലൊരു 3000 അടി കാണും. അതിലൊരു പാതി അടിയെ കണ്ടുള്ളടാ. അപ്പൊ നിങ്ങൾ ആരും ടൂറിന് വരുന്നില്ലേ? മുറ മത്തങ്ങ തലയാ. ഫൈനൽ ഐഡിയ കൈവശമുണ്ട്. കിട്ടുവാടാ? ഉറപ്പായും കിട്ടും. അടിയല്ലേ? ദുഷ്ട പോടാ. എല്ലാത്തിനെയും മറന്നിട്ട് പിന്നാലെ പോവാം പണത്തിന്റെ. ഞാൻ ഐഡിയ പ്ലാൻ ചെയ്യാം.